ഈ നമ്മളൊരു മാലമോഷണം ഉണ്ടായി, മാല പൊട്ടിച്ചു, അയാളെ പിടിച്ചു, അതിന് തൊണ്ടി കണ്ടെടുത്തു എന്ന മട്ടിൽ ലഘുവായിട്ടാണ് അവിടെ നിന്ന് മോട്ടിച്ചവർ, വിറ്റവർ, വാങ്ങിയവർ എന്ന അഡ്വക്കേറ്റ് കെ അനിൽകുമാറൊക്കെ നമ്മൾ ചർച്ചയിൽ വന്ന നറേറ്റീവാണ്. അത് ശരിയല്ല, അത് പൂർണ്ണമായി തെറ്റായ നറേറ്റീവാണ്. അത് കാരണം എന്താണ്? ഈ റൊദ്ദം ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് എടുത്ത സ്വർണ്ണം, ആ സ്വർണ്ണം അല്ല ഇതിനോടൊന്നും തന്നെ എസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ക്രൈമിന്റെ രീതി ഇതങ്ങോട്ടേക്ക് പോയി മൊത്തത്തിൽ മറച്ചു വിട്ടോ, ആരൊക്കെ ഉണ്ടെന്ന കാര്യം ഇനിയാണ് വ്യക്തമാവേണ്ടത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഉറപ്പ്, 100% ഉറപ്പാണ് ഈ പറഞ്ഞ സോണിയാഗാന്ധി ഇവർക്കൊപ്പം നിൽക്കുന്ന ചിത്രം അതെന്തായിരുന്നു കാരണമെന്ന് ഉറപ്പായും ഇവിടുത്തെ പ്രധാനപ്പെട്ട അവിടുത്തെ നേതാക്കളും വ്യക്തമാക്കണം. നേതാക്കൾ പറയുന്നില്ലെങ്കിൽ ഇവർക്ക് ഈ കൊള്ളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ കേരള പോലീസ് ചെയ്യേണ്ടത് എന്താണ്? കേരള പോലീസ് ചെയ്യേണ്ടത് കൃത്യമായി സോണിയാഗാന്ധിക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം. അങ്ങനെ ഒരു നോട്ടീസ് ഇതുവരെ പോയിട്ടില്ല. ഇനി നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത അടൂർ പ്രകാശ് ഏതെങ്കിലും സാക്ഷിപ്പട്ടികയിലോ പ്രതിപ്പട്ടികയിലോ ഇല്ല. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ കേരള പോലീസിന് കഴിവില്ലെന്നുണ്ടെങ്കിൽ CBI വിടണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്ന ആരാണ്? സംഗീതമില്ല ആവശ്യപ്പെടുന്നത് സർക്കാരാണ്. അങ്ങനെ ആവശ്യമില്ല. ഇനി മറുഭാഗത്ത് എന്താണ്? മറുഭാഗത്തെ യാഥാർത്ഥ്യം കേരളത്തിൽ ഉണ്ടാവരുതാത്ത അധമമായ നീചമായ ക്ഷേത്രങ്ങൾ ഉണ്ടായത് ശബരിമലയിലാണ്. ആ ശബരിമലയിൽ ഉണ്ടായുള്ള ഈ CPM-ന്റെ ഭരണകാലത്താണ്. ദേവസ്വം ബോർഡ് അതിന് ഒത്താശ ചെയ്തു, അല്ലെങ്കിൽ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചു. അതിന്റെ തലപ്പത്താ സമയത്തിരുന്നവർ CPM-ന്റെ പൊളിറ്റിക്കൽ നോമിൽ പത്മനാടക്കം ജയിലിൽ കിടന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുകയല്ലേ? ആ ചോദ്യം ഉണ്ടാവില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.